ഏനാത്ത് പഞ്ചായത്തിൽ കല്ലുവെട്ടാൻകുഴി വാർഡ് നമ്പർ 7 ആശാരി വിളാകത്ത് വീട്ടിൽ തങ്കപ്പൻ ആശാരി മകൻ ആരോമൽ. വയസ്സ് 30. ഇത് ദൈവത്തിൻ്റെ അറിയിപ്പ്. വരുന്ന 20 നിമിഷത്തിനുള്ളിൽ ചുവന്ന തുരുത്തിൽ നിന്നെ കൊണ്ടുപോകാനുള്ള വെളിച്ച വണ്ടി വരും. യാത്രയ്ക്ക് തയ്യാറാകുക. ആരോമലേ, നീ യാത്രയൊന്നും പറയാതെ ഇത് എവിടെ പോണു? അനൗൺസ്മെന്റ് കേട്ടു. ഇത് അയാൾ അനൗൺസ്മെന്റ് 10-15 പ്രാവശ്യം പറയണതാണ്. ഇത് ഞങ്ങൾ കുറെ കേട്ടതാണ്. ഇടേ മനസമാനം കളയാതെ ഇവിടെ വല്ലോ നീ വന്ന് ഇരിയട ഇറുക്ക. ഇവിടെ ഇരി. നീ എന്തിനിങ്ങനെ നടന്ന് വെപ്രാളം പോകുന്നത്? അത് അണ്ണൻ പറഞ്ഞത് കറക്റ്റ്. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ നിന്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറ. ഞങ്ങൾക്കാണെങ്കിൽ റിസേവ് അതാണ്. അല്ലടേ, ഇത് നല്ല ചെറുപ്പമാണല്ലോ. എന്ത് പെട്ടെന്ന് പോകുന്നത്? വെള്ളം അടിച്ച് വണ്ടി ആക്സിഡന്റ് ആയി വന്നതാണ്. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? ഇടേ ചെറുക്ക, ഓണം കഴിഞ്ഞിട്ട് നിന്റെ പ്രായത്തിൽ കുറെ എണ്ണം വെള്ളം അടിച്ച് വണ്ടി ഓടിച്ച് ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. നിന്നെ കണ്ടപ്പോഴേ നമുക്കത് തോന്നിയിടേ. പൊടിയും പുകയൊക്കെ ഉണ്ടായിരുന്നാടേ? പൊടിയും പുകയൊന്നുമല്ല, അടിച്ച് ഓവറായി പോയി. പോകുന്ന വഴിയിലാണെങ്കിൽ പോലീസ് ചെക്കിങ്. ബൈ റോഡ് പിടിച്ച് പോയപ്പോഴത്തേക്ക് പൈപ്പ് കുഴിയിലങ്ങ് പോയി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എന്നെ കൊണ്ടൊരു അവർക്കും ഇല്ല, അവരെ കൊണ്ടൊരു ആശ്വാസം. മരിക്കുമ്പോ 10-25 എന്റെ പേഴ്സിലുണ്ട്. അതുകൊണ്ട് ശവ അടക്കും, സഞ്ചയനവും ആൾക്കാർ കിട്ടലയും വാടകയും കൊടുത്തു. അതുകൊണ്ടൊരു പ്രാക്ക് ഒഴിവായി. 25,000 രൂപയ്ക്ക് കാര്യങ്ങൾ നടന്ന ഞങ്ങൾ രണ്ടുപേരും വന്നതേ പ്രകൃതി ദുരന്തത്തിന്ന. ഞങ്ങളെ വെറുതെ JCBക്ക് തോണ്ടി വലിച്ചെടുത്ത് ആ കാട്ടിൽ കൊണ്ട് കുഴിച്ചിട്ടേനെ 75,000 രൂപയാ സർക്കാർ കണക്ക്. ഞങ്ങളെ ശവങ്ങളെ വെച്ച് കുറേ ശവങ്ങൾ കാശുണ്ടാക്കുന്നു. ഇങ്ങനെയുടെ കാര്യമാണ് കഷ്ടം. ആകെ ഉണ്ടായിരുന്ന ഒരു മോളുടെ കല്യാണത്തിന് ഒരാഴ്ചയും ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിനെ മൊത്തം തീർത്തിട്ടും എൻ്റെ മോളെ മാത്രം അങ്ങേര് ബാക്കി വെച്ചു. കല്യാണ പുടവയും മംഗല്യസൂത്രമായിട്ട് എൻ്റെ കൊച്ചിനെ എനിക്കൊന്ന് കാണാൻ പറ്റി. എൻ്റെ ഭാര്യയ്ക്കും അവളെ സഹോദരനും ഭയങ്കര ആഗ്രഹമായിരുന്നു അവളെ കാണണമെന്നങ്ങനെ. പറ്റിയില്ല, പോട്ടെ. പക്ഷേ ഞാൻ എൻ്റെ പെണ്ണിനായിട്ട് കണ്ടുപിടിച്ച ചെറുക്കനുണ്ടല്ലോ, അവരാൺകുട്ടിയാണ്. ഊടുതുണിക്കും മറുതുണി ഇല്ലാതിരുന്നപ്പോഴും അവളെ കൈവിട്ടില്ല, കെട്ടി ഒരമ്പലത്തിൽ വെച്ച്, തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ വെച്ച്. എന്നിട്ട് നറുമണം മാറണതിന് മുമ്പ് അവളെയും കൊണ്ട് എൻ്റെ ഭാര്യയുടെ ശവക്കുഴി തേടി നടക്കുകയാണ്. DNA പരിശോധന എപ്പോൾ കിട്ടുമെന്നറിയില്ല. ദൈവത്തിൻ്റെ അറിയിപ്പ്. അടുത്ത 2 നിമിഷത്തിനുള്ളിൽ ചുവന്ന തുരുത്തിൽ നിന്നെ കൊണ്ടുപോകാനുള്ള വെളിച്ച വണ്ടി വരും. യാത്രയ്ക്ക് തയ്യാറാകും. അയ്യോ, എൻ്റെ വണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് വയ്ക്കോ. മനുഷ്യന്റെ മാതിരിയേ ആ വണ്ടി വെയിറ്റിംഗ് ചെയ്യില്ല. പെട്ടെന്ന് വയ്ക്കോ. നമുക്കുള്ള വാഹനം ഇനി എന്ത് വരുവാണ്? വരാതിരിക്കൂലല്ലേ? അത്ര വലിയ പാവം നമ്മൾ ചെയ്തിട്ടില്ലല്ലോ.